കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ആവർത്തിച്ചു കേൾക്കുന്ന വാക്കാണ് ഈ PR എന്നത്. അത്ര കുഴപ്പം പിടിച്ച സംഗതിയാണോ PR? എന്താണ് PR ഏജൻസികൾ? എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ? പരിശോധിക്കാം. പബ്ലിക് റിലേഷൻ അഥവാ PR പേരിൽ തന്നെയുണ്ട് കാര്യം. സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും സമൂഹവുമായുള്ള ആശയവിനിമയം വർദ്ധിപ്പിക്കുക, പൊതുജനങ്ങളുടെ ധാരണയെ സ്വാധീനിക്കും വിധം അത്തരം വിവരങ്ങൾ കൈമാറുക തുടങ്ങിയവയാണ് പബ്ലിക് റിലേഷന്റെ പ്രാഥമിക ചുമതലകൾ. സർക്കാർ തലത്തിൽ തന്നെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ, വിവിധ പദ്ധതികൾ എന്നിവയെക്കുറിച്ചെല്ലാം പൊതുജനത്തിന് അറിവുണ്ടാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ജനത്തിന് അത്തരം സേവനങ്ങളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ. അതോടൊപ്പം സർക്കാരുകൾക്ക് തങ്ങളുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പൊതുജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കിയെടുക്കുകയും വേണം. പലതരം മാധ്യമങ്ങളിലൂടെ ഇതിനാവശ്യമായ അറിയിപ്പുകൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കേണ്ടത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വമാണ്. പത്രക്കുറിപ്പുകൾ മുതൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരെ നീളുന്ന വിവിധ ആശയവിനിമയ ഉപാധികളെ ഇതിനായി സ്വീകരിക്കാം. സർക്കാർ തലത്തിൽ മാത്രമല്ല, സ്വകാര്യ പബ്ലിക് റിലേഷൻ ഏജൻസികളും ഇന്ന് സജീവമാണ്. പ്രമുഖ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തെ അറിയിക്കുക, വലിയ ഇവന്റുകൾ സംഘടിപ്പിക്കുക എന്നിങ്ങനെ നീളുന്നു പബ്ലിക് റിലേഷൻ ഏജൻസികളുടെ പ്രധാന ദൗത്യങ്ങൾ. സമൂഹത്തിൽ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുക, നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുക, മാധ്യമങ്ങളുമായുള്ള ബന്ധം നിലനിർത്തുക, പ്രസംഗങ്ങളും പത്രക്കുറിപ്പുകളും തയ്യാറാക്കുക, സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുക എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നതാണ്. അതോടൊപ്പം പൊതുസമൂഹത്തിന്റെ പ്രതികരണം കൃത്യമായി തങ്ങളുടെ ക്ലയൻസിനെ അറിയിക്കുന്നതും PR ഏജൻസികളുടെ ഉത്തരവാദിത്വമാണ്. ആശയവിനിമയ രംഗത്തെ വിപ്ലവകരമായ മാറ്റം PR പ്രവർത്തനങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ പത്രക്കുറിപ്പുകൾ മാത്രമായിരുന്നെങ്കിൽ ഇന്നത് ഇൻസ്റ്റഗ്രാം റീലുകളിലേക്ക് വരെ വ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.